ഇത്ര ഭയാനകരമാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഫ്ലൈ ചെയ്ത് മുകളിൽ ആകാശത്തു നിന്നുള്ള കാഴ്ച കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഞെട്ടിപ്പോയത്. എല്ലാ പുഴകളും കരകവിഞ്ഞൊഴുകാണ്. ഈ ഡാമുകൾ തുറന്നിട്ട് എല്ലാ ഫ്ലഡ് പ്ലെയിൻസും ഫ്ലഡഡ് ആയിരുന്നു. ടെറസുകളില്ലാത്ത സ്ഥലത്തുനിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താനായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ കുട്ടിക്ക് ആ വീൽ ചെയറിൽ നിന്ന് നീക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വീൽ ചെയറിൽ നിന്ന് ഈ കുട്ടീനെ രക്ഷപ്പെടുത്തണം. ടിൻ ഷീറ്റിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഹോളേ ഉള്ളൂ. ഈ ഹോളിൽ കൂടെ വേണം ഈ കുട്ടീനെ രക്ഷപ്പെടുത്താൻ. അത് ഭയങ്കര റിസ്കി ആയിരുന്നു. കാരണം എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ സക്സസ്ഫുൾ ആവണമെന്നില്ല. ഓരോ പ്രാവശ്യം തിര മുകളിലേക്ക് വരുമ്പോൾ, കടൽ മുകളിലേക്ക് വരുമ്പോൾ ഹെലികോപ്റ്റർ ഞാൻ മുകളിലേക്ക്, അല്ലെങ്കിൽ ഈ തിര വന്ന് എൻ്റെ ടെയിലോട്ടറിലേക്ക് ഇടിക്കും. അന്നാണ് ഏറ്റവും വലിയ ചുഴലിക്കാറ്റായ ഓക്കി നമ്മളെ ഈ തീരദേശത്തിൽ വന്ന് ഇടിച്ചത്. അയാളുടെ അടുത്ത് റെസ്ക്യൂ എഞ്ചിൻ എത്തിയിട്ടും അയാൾ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഒരു ടെറസിൽ നിന്ന് ഒരു 17 ആളെ ഞാൻ രക്ഷപ്പെടുത്തി. അപ്പോൾ ഈ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് വേണം ഇത് വിഞ്ച് ചെയ്തിട്ട് മുകളിലേക്ക് ഹെലികോപ്റ്ററിലേക്ക് റെസ്ക്യൂ ചെയ്യാൻ. അപ്പോൾ എനിക്കറിയാം അന്ന് അവരെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ പിന്നൊരു സോർട്ടിക്കുള്ള സമയമില്ല. കാരണം രാത്രിയായി പിന്നെ സിറ്റീനെ മുകളിൽ ഫ്ലൈ ചെയ്ത് റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. അന്റാർട്ടിക്കയിലൊക്കെ പോകുന്ന കാലത്ത് ഞാൻ ചേത്തക്കാണ് ഫ്ലൈ ചെയ്തത്, ഈ സിംഗിൾ എഞ്ചിൻ സ്മോൾ ഹെലികോപ്റ്റർ. ഈ ഏറ്റവും നല്ല കാലാവസ്ഥയിൽ നിന്ന് ഏറ്റവും മോശമായ കാലാവസ്ഥയിലേക്ക് മാറാൻ 1 മണിക്കൂറിൽ കുറവ് സമയം മതി. വിസിബിലിറ്റി ഡ്രോപ്സ് ടു 0. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക്. കാരണം അവരെ പോയി രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ മരിക്കുന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. कैप्टन पी राजकुमार, नौसेना मेडल। वर्ष 2017 में नवंबर के अंत में और दिसंबर की शुरुआत में भारत के दक्षिणी तट पर एक बहुत बड़ा चक्रवाती तूफान ओखी टकराया, जिसके कारण बड़ी मात्रा में क्षति हुई। 1 दिसंबर 2017 को कैप्टन पी राजकुमार और उनके कर्मी दल ने तलाशी और बचाव अभियानों के लिए पूरा दिन त्रिवेंद्रम से उड़ानें भरी। അത് സാധാരണ ഈ ഗാലൻട്രി അവാർഡ് മെഡൽസ് ഇൻവെസ്റ്റിഗേറ്ററിന് പോകുമ്പോൾ ഈ മോസ്റ്റ് ഓഫ് ദ ഗാലൻട്രി മെഡൽസ്, നെയിംലി ദ ശൗര്യചക്ര ആൻഡ് അബവ്, ഈ യുദ്ധം നടക്കാത്ത കാലത്ത് കൊടുക്കുന്നത് ഈ ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷൻസിനും ഒക്കെയാണ് യു ഗെറ്റ് ദോസ് മെഡൽസ്. എനിക്ക് ശൗര്യചക്ര കിട്ടിയ കൊല്ലം ഇൻവെസ്റ്റിഗേഷൻ സെറമണിക്ക് പോയ അന്ന് എൻ്റെ കൂടെ കിട്ടിയ എല്ലാ അവാർഡീസും ഒന്നിലധികമോ ആൾക്കാരെ കൊന്നിട്ടും ആതങ്കവാദി ടെററിസ്റ്റിനെ ഡിമോളിഷ് ചെയ്തിട്ടാണ് അവർക്ക് ഈ ശൗര്യചക്ര അവാർഡ്സ് കൊടുത്തിരുന്നത്. എനിക്ക് മാത്രമാണ് ആൾക്കാരെ രക്ഷപ്പെടുത്തിയതിന് ശൗര്യചക്ര അവാർഡ് കിട്ടിയത്. അതൊരു വല്ലാത്തൊരു എനിക്ക് തോന്നുന്നത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് NCCയിൽ ചേരാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ ഒരു NCC ഒരു ക്യാമ്പിൽ പോയി ആദ്യമായിട്ടൊരു യൂണിഫോം ഇടാനുള്ള ചാൻസ് കിട്ടിയത് അതാണ്. അന്ന് NCC ക്യാമ്പ് പോയി ഒരു ഷൂട്ടിംഗ് കോമ്പറ്റീഷനൊക്കെ പ്രൈസൊക്കെ കിട്ടി. അങ്ങനെ എന്തോ എനിക്കൊരു വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അങ്ങനത്തെ ഒരു പട്ടാള രീതി എന്ന് പറയുന്ന പോലെ. അതിനുശേഷം പിന്നെ കോളേജിൽ ചേർന്ന് NCCയിൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ വർഷം ഉണ്ടായിരുന്നു, ഒരു പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ. അങ്ങനെ എനിക്ക് NCCയിൽ സെലക്ഷൻ കിട്ടി. അവരെന്നെ ഡൽഹിയിൽ റിപ്പബ്ലിക് ഡേ പരേഡ് ക്യാമ്പിന് സെലക്ട് ചെയ്തു. അപ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് പേരെ അതിന് സെലക്ഷൻ, ഓരോരോ സ്റ്റേറ്റിൽ നിന്നും വളരെ കുറച്ച് പേരെ അതിന് സെലക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് അന്ന് സെലക്ഷൻ കിട്ടാൻ ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ഡൽഹിയിൽ പോയി റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റൻഡ് ചെയ്തു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് ആണ് ഇന്ത്യയിലെ പട്ടാളം മുഴുവനെ കാണാനൊരു ചാൻസ് കിട്ടിയത്. ആർമി, നേവി, എയർഫോഴ്സ്, പിന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന NCC പിള്ളേർ, കുട്ടികളുടെ കൂടെ ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ ചാൻസ് കിട്ടി. അതൊരു ഏകദേശം 1.5 മാസം ഞങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു. അതായിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യത്തെ കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള ട്രിപ്പ്. എനിക്ക് ഒരു യാത്ര എന്ന പോലെ നോർത്ത് ഇന്ത്യയൊക്കെ കാണാൻ കിട്ടിയ ഒരു ചാൻസ് അതായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ കോളേജിൽ പിന്നെ NCC കഴിഞ്ഞു. പിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല. NCCയിൽ എല്ലാ കിട്ടുന്നതൊക്കെ NCC സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ ഒരു ഡിഗ്രി കാലത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് ഒരു കലാപരമായ ഒരു നാടകം, പാട്ട്, ഡാൻസ് അതൊക്കെയായിരുന്നു താല്പര്യം. എന്തോ കഥകളി പഠിക്കണം എന്നായിരുന്നു ഏറ്റവും വലിയ മോഹം. ആ ഡിഗ്രി പഠിച്ചതിന് ശേഷം പിന്നെ എന്താണെന്നുള്ള ആലോചിക്കുന്ന കാലത്താണ് എങ്ങനെയെങ്കിലും കലാമണ്ഡലത്തിൽ പോയി ചേരണം, കഥകളി പഠിക്കണം എന്നൊരു മോഹമായിരുന്നു. അതൊരു വല്ലാത്തൊരു പ്രേമം ആയിരുന്നു. എന്തോ അതൊന്നും നടന്നില്ല. അതിന് പകരം നടന്നത് ഈ ഓൾ ഇന്ത്യ എക്സാം, ഒരു CDSE എക്സാം എഴുതാൻ ഒരു ചാൻസ് കിട്ടി, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ. അങ്ങനെ എനിക്ക് നേവിയിൽ സെലക്ഷൻ കിട്ടി. നേവിയിൽ ചേർന്ന ശേഷം അതിൻ്റെ ഏവിയേഷൻ ബ്രാഞ്ചിൽ പൈലറ്റായി സേവനമനുഷ്ഠിക്കാൻ ഒരു ചാൻസ് കിട്ടി. അങ്ങനെ പിന്നെ ഫ്ലൈയിങ് ട്രെയിനിങ് എയർഫോഴ്സ് അക്കാഡമിയിൽ പോയി ഫ്ലൈയിങ് ട്രെയിനിങ് ചെയ്തു. പിന്നെ നേവീൻ്റെ ഫ്ലൈയിങ് ട്രെയിനിങ് ചെയ്തു.
പിന്നെ ഒരു 30-35 വർഷം ഒരു നേവിയിലൊരു പൈലറ്റായി സെർവ് ചെയ്യാനാണ് ചാൻസ് കിട്ടിയത്. 2020 റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിന് ശേഷം ആണ് പണ്ടത്തെ കഥകളീൻ്റെ പ്രാന്ത് പിന്നെയും പിടിച്ചത്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് ഞാൻ കഥകളി പഠിക്കാൻ തുടങ്ങി. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എല്ലാ വർഷവും അന്റാർട്ടിക്കയിലേക്ക് ഒരു എക്സ്പെഡീഷൻ പോകുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് എ സയൻറ്റിഫിക് എക്സ്പെഡീഷൻ. ഓൾദോ അതിന് സയൻറ്റിഫിക് എക്സ്പെഡീഷൻ എന്ന് പേര് കൊടുക്കാൻ കാരണം അത് കുറേ സയൻറ്റിസ്റ്റ് നമ്മുടെ ഇന്ത്യയിലത്തെ പല വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ജുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സർവേ ഓഫ് ഇന്ത്യ, ജിയോളജിക്കൽ സയൻറ്റിസ്റ്റ്, അങ്ങനെ ഒരുപാട് പ്രീമിയർ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൾക്കാരെ തിരഞ്ഞെടുത്ത ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് അവരവിടെ പോയി പഠനം നടത്തുന്ന ഒരു എക്സ്പെഡീഷനാണ് അന്റാർട്ടിക്ക എക്സ്പെഡീഷൻ. അതൊരു ഭയങ്കര അത് ലോകത്തിൽ വെച്ച് അത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു എക്സ്പെഡീഷനാണ്. വളരെ കുറച്ച് ഒരു 27-28 രാജ്യങ്ങൾ മാത്രമേ അവിടെ അന്റാർട്ടിക്കയിൽ ഒരു ഫുൾ ഫ്ലെജ്ഡ് മെമ്പേഴ്സ് ആയിട്ടുള്ളൂ. അതിൽ ഇന്ത്യ ഓഫ് കോഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മെമ്പർ. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ 3 ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് എല്ലാ ഇതൊന്നും ഫോഴ്സിൽ നിന്നുള്ള ആൾക്കാരും ഈ എക്സ്പെഡീഷനിൽ പോകും. അപ്പോൾ ഇതിൽ നേവീൻ്റെ റോളേഴ്സ് ഫ്ലൈയിങ് ഓഫ് കോഴ്സ്. അവിടെ ഈ അന്റാർട്ടിക്കയിൽ എത്തിയാൽ പിന്നെ ആൾക്കാർക്ക് നടന്നൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഈ സയൻറ്റിസ്റ്റിന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോയി റിസർച്ച് നടത്താനോ അവരുടെ ഒബ്സർവേഷൻസിന് മലകളിൽ പോയി സാറ്റലൈറ്റ് ഒബ്സർവേഷൻ നടത്താനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഹെലികോപ്റ്റേഴ്സ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഡ്യൂട്ടിക്ക് ഹെലികോപ്റ്റേഴ്സ് ഇല്ലാതെ ഒരു രക്ഷയില്ല. അവിടെ ഒരു എക്സ്പെഡീഷൻ നടത്താൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് നേവിയും എയർഫോഴ്സും പോണത്. ആർമി ഓഫ് കോഴ്സ് ഡസ് ദി അതർ ജോബ് ഓഫ് അവിടുത്തെ നമ്മുടെ സ്റ്റേഷൻ. അന്റാർട്ടിക്കയിൽ 2 സ്റ്റേഷൻ ഉണ്ടായിരുന്നു അന്ന്, ദക്ഷിൺ ഗംഗോത്രി ആൻഡ് മൈത്രി. ഇപ്പോൾ മൂന്നാമത്തെ തുടങ്ങി, ഭാരതി സ്റ്റേഷൻ ഇസ് ഓൾസോ സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ സ്റ്റേഷൻസ് റൺ ചെയ്യണതിൻ്റെ ചുമതല ഈ സർവീസസിനാണ്, ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. കുക്കിംഗ് മുതൽ ക്ലീനിങ് വരെ, ജനറേറ്റേഴ്സ് റണ്ണിങ്, ഇതെല്ലാതും സർവീസസിൻ്റെ മേൽനോട്ടത്തിലാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ പോകാനൊരു ചാൻസ് കിട്ടി 89-90 10th എക്സ്പെഡീഷൻ, ഇന്ത്യയുടെ 10th എക്സ്പെഡീഷനിലാണ് എനിക്ക് ആദ്യമായിട്ട് പോകാൻ ചാൻസ് കിട്ടിയത്. അപ്പോൾ ഇറ്റ്സ് പ്യുവർലി എ വോളണ്ടറി ബേസിസ് ആണ്. ആദ്യം നമ്മളോട് വോളണ്ടറി ചെയ്യാൻ പറയും. അങ്ങനെ വോളണ്ടറി ചെയ്ത ആൾക്കാരുടെ ഇടയിൽ പിന്നെ ഒരു ഡീപ്പ് സെലക്ഷൻ കാണും. അങ്ങനെയുള്ളവരെ മാത്രമേ അത് അവിടേക്ക് അയക്കുള്ളൂ. അപ്പോൾ അതിന് സെലക്ഷൻ ഒരു വളരെ ടഫ് പ്രോസസ്സാണ്. ഒരു ഫ്ലൈയിങ്ങിൽ ഏകദേശം ഒരു എബോവ് ആവറേജ് റേറ്റിംഗ് ഒക്കെ വേണം അവിടേക്ക് സെലക്ഷൻ കിട്ടാൻ. അങ്ങനെ അത് സെലക്ഷൻ കിട്ടിയിട്ട് പിന്നെ ഒരു ഡീറ്റെയിൽഡ് ഒരു ഐസ് ട്രെയിനിങ് ഒക്കെ ഉണ്ട് അതിന്. നമ്മളെ അവിടെ പോകുന്ന കോണ്ടിനെൻറ്റിലേക്ക് നമ്മളെ തയ്യാറെടുപ്പിക്കാൻ ഒരു ഐസ് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഹിമാലയത്തിലൊരു ഗ്ലേഷ്യറിൽ പോയി ഞങ്ങൾ ITBPൻ്റെ ഒരു ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഐസ് ട്രെയിനിങ് ഒക്കെ നടത്തി. അങ്ങനെ ഞങ്ങൾ ഗോവയിൽ നിന്നൊരു ഷിപ്പിലാണ് ഈ അന്റാർട്ടിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഷിപ്പ് എന്ന് പറയുന്നത് സാധാരണ ഷിപ്പല്ല, ഒരു ചരക്ക് കപ്പൽ തന്നെ പറയാം. പക്ഷേ ഒരു വലിയൊരു ബിഗ് സൈസ്ഡ് കാർഗോ വെസലാണ്. അപ്പോൾ ഈ ഷിപ്പ് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനത്തെ ഷിപ്പില്ല. കാരണം അന്റാർട്ടിക്കയിലേക്ക് പോകുമ്പോൾ ഈ ഐസിനെ ബ്രേക്ക് ചെയ്ത് വേണം പോകാൻ. അപ്പോൾ അതിന് ഐസ് ക്ലാസ് ഷിപ്പ് വേണം. അപ്പോൾ വി നോർമലി ടേക്ക് ഈ ഷിപ്പ് സാധാരണ ഈ സ്കാൻഡിനേവിയൻ യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് എവിടെയെങ്കിലും വാടകയ്ക്ക് എടുത്താണ് നമ്മൾ സാധാരണ പോവുക. അപ്പോൾ ഇത് ഞങ്ങൾ പോയ കാലം ഈ സ്വീഡൻ രാജ്യത്തിൻ്റെ ഒരു ഷിപ്പാണ് വാടകയ്ക്ക് എടുത്തത്. അങ്ങനെ ഗോവയിൽ നിന്നാണ് എല്ലാവരും ഷിപ്പിൽ എംബാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് വോയേജ് സ്റ്റാർട്ട് ചെയ്യും. ഒരു മാസത്തെ വോയേജാണ് അന്റാർട്ടിക്കയിൽ എത്താൻ. ഗോവ വിട്ടാൽ പിന്നെ ആദ്യത്തെ സ്റ്റോപ്പ് ഒരു മൗറീഷ്യസിലൊരു 2-3 ദിവസം മൗറീഷ്യസിലൊരു സ്റ്റോപ്പുണ്ട്. ഈ ഫ്രഷ് വെജിറ്റബിൾസും നമുക്ക് വേണ്ട റേഷൻ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാനുള്ളൊരു ചെറിയ ബ്രേക്ക് മൗറീഷ്യസിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മൗറീഷ്യസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു മാസം വെറും കര കാണാത്തൊരു വോയേജാണ്. വെറും കടലാണ്. അതായത് ഇന്ത്യൻ ഓഷ്യൻ ഓൾ ദ വേ അപ്പ് ടു അന്റാർട്ടിക്കയാണ്. അത് സദേൺ ഹെമിസ്ഫിയറിൻ്റെ പ്രത്യേകത കമ്പയർഡ് ടു ദ നോർത്തേൺ ഹെമിസ്ഫിയർ, ഈ ലാൻഡ്സ് വളരെ കുറച്ചാണ്. ഈ കോണ്ടിനെൻറ്റ്സ് വളരെ കുറവാണ് സദേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ അത് കാരണം ഈ സീക്ക് ഭയങ്കര വയലൻറ്റ് നേച്ചറാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ മാരിടൈം ഫോക്ലോർ ഇറ്റ് ഇസ് സെഡ് ദ ഫ്യൂരിയസ് 40s, ദ റോറിങ് 40s, പല പേരുകളിലും ആൾക്കാർ പറയും. പിന്നെ ഫ്യൂരിയസ് 50s, സ്ക്രീമിങ് 60s, ഇതൊക്കെ പറയണത് ഈ ഓരോ ലാറ്റിറ്റ്യൂഡ്സാണ്. ഈ 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, സൗത്ത് ആഫ്രിക്കൻ്റെ അറ്റത്ത് വരുന്ന ഹാർബറിനെയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ പാരലായി വരുന്ന ലാറ്റിറ്റ്യൂഡാണ് 40 degrees സദേൺ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ അവിടെ ഈ കടൽ ഭയങ്കര ക്ഷോഭിക്കും. അങ്ങനെ സൗത്തിലേക്ക് പോകുന്നതോറും കടലിന് ഇത് റഫ്നെസ് കൂടി വരും. പറഞ്ഞാൽ ഈ വലിയ ഷിപ്പാണെങ്കിൽ കൂടി അതൊരു ചെറിയൊരു തോണീനൊക്കെ ഇട്ടും വെള്ളത്തിൽ മറയ്ക്കുന്ന പോലത്തെ തിരമാലകളും
ഷിപ്പിനെക്കാട്ടിലൊക്കെ മുകളിൽ വരുന്ന തിരമാലകളും കടലിൻ്റെ ശരിയായുള്ള സ്റ്റേറ്റ്സൊക്കെ അവിടെ കാണാം. അങ്ങനെ സെയിൽ ചെയ്തൊരു ഒരു ഒരു 54 ഡിഗ്രി സദേൺ ലാറ്റിറ്റ്യൂഡൊക്കെ എത്തുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു 54-55 ഡിഗ്രി സദേൺ ലാറ്റിറ്റ്യൂഡ് എത്തുമ്പോഴാണ് ആദ്യത്തെ ഈ ഐസ്ബർഗ് കാണാൻ പറ്റുക. അപ്പോൾ ഏറ്റവും ആദ്യം വലിയ ഐസ്ബർഗ്സ് ഈ അന്റാർട്ടിക് ഷെൽഫിൽ നിന്ന് ഈ പൊട്ടിയിട്ട് വാർമർ ലാറ്റിറ്റ്യൂഡ്, അതായത് ചൂടുള്ള വെള്ളം ഉള്ള ഇക്വറ്റോറിയൽ ലാറ്റിറ്റ്യൂഡ്സിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരികയാണ്. അങ്ങനെയാണ് ആദ്യത്തെ ഈ വലിയ വലിയ ഐസ്ബർഗ്സ് സൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവിടേക്ക് എത്തുമ്പോഴേക്കും പിന്നെ പകലുകൾ കൂടി രാത്രികൾ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഈ സമ്മറിലാണ് ഈ അന്റാർട്ടിക്ക എക്സ്പെഡീഷൻ. അപ്പോൾ സമ്മർ എക്സ്പെഡീഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ പകലും രാത്രിയും പരിശീലിച്ചുള്ള മനുഷ്യനായതുകൊണ്ട് അവിടെ എത്തുമ്പോൾ രാത്രിയില്ല. അന്റാർട്ടിക്കയിൽ പൂർണ്ണവും സമ്മറിൽ 24 മണിക്കൂറും സൂര്യവെളിച്ചമാണ്, രാത്രി എന്നുള്ളൊരു സംഗതിയില്ല അവിടെ. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര കൺഫ്യൂഷനാണ്. രാത്രി 8 മണിയാണോ രാവിലെ 8 മണിയാണോ സമയം നോക്കി അത് കോറിലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ബയോറിത്തമൊക്കെ കുറച്ച് വിൽ ടേക്ക് സം ടൈം, ഒരു 3-4 ദിവസം എടുക്കും അത് സെറ്റിൽ ഡൗൺ ചെയ്യാൻ, നമുക്ക് ഓറിയൻറ്റേഷൻ കിട്ടാൻ. അതൊക്കെയാണ് അന്റാർട്ടിക്കിൻ്റെ ഒരു വല്ലാത്തൊരു. അപ്പോൾ ആദ്യം ഈ കുറച്ച് കടലിൽ ഈ ഐസ് കൂടി വരുമ്പോൾ പിന്നെ വെള്ളം കാണാത്തത്ര ഐസായി മാറും, കടൽ മുഴുവൻ ഐസായി മാറും. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ കാർഗോ ഹോളിൽ നിന്ന് പുറത്തെടുത്ത് അത് ഞങ്ങൾ ഫ്ലൈ ചെയ്യാൻ തുടങ്ങും. ഈ കപ്പലിന് ഏത് വഴിയാണ് പോകാൻ പറ്റുന്നത് കണ്ടുപിടിക്കാനുള്ളൊരു വഴിക്ക്. അങ്ങനെ ഐസ് റെക്കി സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ. അങ്ങനെ ഒരു 72 ഡിഗ്രീസ് സദേൺ ലാറ്റിറ്റ്യൂഡിൽ എത്തുമ്പോഴാണ് നമ്മൾ അന്റാർട്ടിക് വാട്ടേഴ്സിലെത്തുക. അന്റാർട്ടിക് വാട്ടേഴ്സിലെത്തിയത് ദ ഷിപ്പ് ഒരു അന്റാർട്ടിക് ഷെൽഫിൽ പോയിട്ട് നമ്മൾ ഷിപ്പ് അടുപ്പിക്കും. അവിടെ അടുപ്പിച്ച് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മുടെ സ്റ്റേഷനിലേക്ക്, മൈത്രി സ്റ്റേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കോൺവോയ്സ് സ്റ്റാർട്ട് ചെയ്യും. ആർമി ഈ കോൺവോയ്സ് സ്റ്റാർട്ടിങ് വലിയ വലിയ എക്യുപ്മെൻറ്റ്സും ഹെലികോപ്റ്ററിൽ കയറ്റാൻ പറ്റാത്ത വലിയ വലിയ എക്യുപ്മെൻറ്റ്സൊക്കെ ഈ ഐസിൽ കൂടെ കൊണ്ടുപോകാനുള്ള സംവിധാനമുള്ള അവരുടെ വണ്ടികളൊക്കെ ഉണ്ട് ആർമീൻ്റെ. അപ്പോൾ അങ്ങനെ ആർമി കോൺവോയ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് പ്രൊട്ടക്ഷനായിട്ട് ഹെലികോപ്റ്റേഴ്സ് ഞങ്ങൾ ഫ്ലൈ ചെയ്യാൻ തുടങ്ങും. പിന്നെ വൺസ് സ്റ്റേഷൻ സെറ്റപ്പ്, അപ്പോൾ മൈത്രിയിൽ ഒരുപാട് ഞങ്ങൾ എത്തി എക്സ്പെഡീഷൻ സ്റ്റാർട്ട് ചെയ്താൽ ദെൻ ദ സീരിയസ് വർക്ക് സ്റ്റാർട്ട്സ്. ശരിയായ ഈ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യമായിട്ടുള്ള അവരുടെ എക്സ്പെരിമെൻറ്റ്സിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഫ്ലൈയിങ് ആണ്. ഓരോ സയൻറ്റിസ്റ്റിനെയും അവർ നിശ്ചയിച്ചിട്ടുള്ള ഓരോ മലകളുടെ മുകളിൽ കൊണ്ട് ലാൻഡ് ചെയ്യുക. അവർക്ക് പിന്നെ അവരുടെ എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ ഒരു 2-3 മണിക്കൂർ വിൻഡോ ഉണ്ട്. അത് കഴിയുമ്പോൾ അവരെ അവിടുന്ന് പിക്കപ്പ് ചെയ്ത് ഒന്നുകിൽ മൈത്രിയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഷിപ്പിൽ കൊണ്ടുവരണം. പിന്നെ അടുത്ത സെറ്റ് ഓഫ് സയൻറ്റിസ്റ്റിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ ദാറ്റ് കണ്ടിന്യൂസ്ലി വി ഫ്ലൈ. ഒരു രാവിലെ ഒരു 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഒക്കെ ഞങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം. അവിടെ പിന്നെ രാത്രിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ, അപ്പോൾ സുഖമായി ഫ്ലൈ ചെയ്യാം. അപ്പോൾ അന്റാർട്ടിക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിഭാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിസിബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മളെ നാട്ടിലൊക്കെ എത്ര നല്ലൊരു നല്ലൊരു ക്ലൈമറ്റുള്ള ദിവസമാണെങ്കിൽ കൂടി, വെതറിൻ്റെ ഡേ ആണെങ്കിൽ കൂടി നമുക്കൊരു മാക്സിമം ഒരു 15-16 ഒരു 17 നോട്ടിക്കൽ മൈലൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അന്റാർട്ടിക്കയിൽ എത്തുമ്പോൾ അങ്ങനെയല്ല, കഥ മാറും. അവിടെ ഈ സസ്പെൻഡഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇല്ല അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ ഈ വിസിബിലിറ്റി എന്നുള്ളൊരു ലിമിറ്റ്ലെസ് ആണ്. നമ്മുടെ ഹ്യൂമൻ ഐസ് ആക്ച്വലി ആർ ഫോക്കസ്ഡ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ എത്ര ദൂരം കണ്ണെത്താ ദൂരത്തേക്ക് കാണാമെന്നുള്ളത് ശരിക്കും അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു 250 മൈൽ ദൂരമുള്ള മലകൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത ഉടനെ നമുക്ക് കാണാൻ പറ്റും, നേക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് വിശ്വാസമാവില്ല ഈ നമ്മൾ കാണുന്നത് സത്യമാണോ അല്ലേ എന്ന് പറഞ്ഞ്. പക്ഷേ അതാണ് അതിൻ്റെ അവിടുത്തെ സത്യാവസ്ഥ. അത്രയധികം വിസിബിലിറ്റിയാണ് അവിടെ. ഏറ്റവും ആദ്യത്തെ പ്രതിഭാസം എന്ന് പറയുന്നത് ഈ രാത്രിയും പകലും ഇല്ലാത്ത, സമ്മറിൽ പോകുമ്പോൾ 24 മണിക്കൂറും പകലാണ്, രാത്രിയിലില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ആദ്യത്തെ കുറച്ച് ദിവസം ഒരു കൺഫ്യൂഷനാണ്, രാത്രി 8 മണിയാണോ അതോ രാവിലെ 8 മണിയാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അതൊന്ന്. പിന്നൊന്ന് ഈ വിസിബിലിറ്റി, ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര ദൂരത്ത് നമുക്ക് കാണാം. ഇത്രയും വിസിബിലിറ്റി ഉള്ള നല്ല ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവിടുത്തെ ഈ റഫ് വെതർ വരുമ്പോൾ അവിടുത്തെ റഫ് വെതറിനാണ് ബ്ലിസേർഡ് എന്ന് പറയുക. അപ്പോൾ ഈ ബ്ലിസേർഡ് പറയും കാറ്റിൻ്റെ ഗതി വേഗം കൂടും. അപ്പോൾ പെട്ടെന്നൊരു 40 നോട്ട്സിലധികം കാറ്റ് ഇൻക്രീസ് ആയാൽ ഈ ഐസ് ഉരുകിയിട്ട് അതിൻ്റെ മുകളിലത്തെ ടോപ്പ് ലെയർ ഉരുകിയിട്ട് ഒരു ഐസ് ക്ലൗഡായി മാറും. ഇറ്റ് ബിക്കംസ് വൈറ്റ് ഔട്ട് കണ്ടീഷൻസ് പറയും ഞങ്ങൾ. അപ്പോൾ ഒരു ടേബിൾ ടെന്നീസ് ബോളിൻ്റെ ഉള്ളിലിരുന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു തോന്നലാണ് നമുക്ക്. ചക്രവാളം അഥവാ ഹൊറൈസൺ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഓറിയൻറ്റേഷൻ പോവും. എവിടെയാണ് ഭൂമി എവിടെ അവസാനിക്കണത്, ആകാശം എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഹൊറൈസൺ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോഴാണ് മനുഷ്യൻ്റെ ബാലൻസ് തെറ്റുക. എസ്പെഷ്യലി ഫ്ലൈ ചെയ്യുമ്പോഴത്തെ ഏറ്റവും വലിയ ചാലഞ്ചിങ് ആസ്പെക്റ്റ് അതാണ്. നമ്മുടെ ഓറിയൻറ്റേഷൻ ലൂസ് ചെയ്യും.
അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ അങ്ങനത്തെ സമയങ്ങളിൽ വിസിബിലിറ്റി ഡ്രോപ്സ് ടു 0. ഈ നല്ല കാലാവസ്ഥയിൽ കാണുന്ന 250 നോട്ടിക്കൽ മൈൽ ദൂരത്തിൻ്റെ മലകളും കാണാം. ഈ ബ്ലിസേർഡ് കണ്ടീഷൻസിൽ നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ റോട്ടർ ബ്ലേഡിൻ്റെ അറ്റം പോലും നമുക്ക് കാണാൻ പറ്റില്ല. അത്ര പൂർ വിസിബിലിറ്റി ആവും. അതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രതിഭാസങ്ങൾ. ഓരോ ദിവസവും അവർ ഈ സയൻറ്റിസ്റ്റിനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് അവരെ പിക്കപ്പ് ചെയ്ത് അടുത്ത പോയിന്റിൽ കൊണ്ടുപോകണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ റൂട്ടീൻ ടാസ്ക്. അന്നൊരു ദിവസം ഇതേപോലെ ഞാനൊരു 4 സയൻറ്റിസ്റ്റിനെ എൻ്റെ ഡ്യൂട്ടി ആയ ഒരു മല, കുറച്ച് ദൂരത്തുള്ളൊരു മല, അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. തിരിച്ച് ഞാൻ ഷിപ്പിൽ വന്നു. അപ്പോൾ ഇവരൊരു 3 മണിക്കൂർ കഴിയുമ്പോൾ അവരെ അവിടുന്ന് പിക്കപ്പ് ചെയ്യാനായിരുന്നു ആ പ്ലാൻ. അപ്പോൾ നേവി എപ്പോഴും 2 ഹെലികോപ്റ്ററായിട്ടാണ് പോവുക. അപ്പോൾ മറ്റേ ഹെലികോപ്റ്റർ മൈത്രി നമ്മുടെ സ്റ്റേഷനിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഹെലികോപ്റ്ററാണ് പോയിട്ട് അവരെ പിക്കപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. കഷ്ടകാലത്തിന് ആ ഹെലികോപ്റ്റർ ടെക്നിക്കൽ ഫോൾട്ടായിട്ട് സ്റ്റാർട്ടായില്ല. അപ്പോൾ എനിക്ക് ഉടനെ മെസ്സേജ് കിട്ടി. അപ്പോൾ അതെന്താ കാരണം വെച്ചാൽ അപ്പോൾ കാലാവസ്ഥ മോശമാകാൻ തുടങ്ങി പെട്ടെന്ന്. അപ്പോൾ അവിടെ കാലാവസ്ഥ മോശമാവാൻ അധികം സമയമൊന്നും വേണ്ട. 1 മണിക്കൂറിൽ താഴെ ഒരു 45 മിനിറ്റ് മതി ഈ ഏറ്റവും നല്ല കാലാവസ്ഥയിൽ നിന്ന് ഏറ്റവും മോശമായ കാലാവസ്ഥയിലേക്ക് മാറാൻ. 1 മണിക്കൂറിൽ കുറവ് സമയം മതി. ഒരു 45 മിനിറ്റ് മതി കാലാവസ്ഥ കംപ്ലീറ്റ് മോശമാവാൻ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എനിക്ക് മെസ്സേജ് ഒന്നും ആ ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് പോകാതെ ഒരു രക്ഷയില്ല. കാരണം ഞാൻ കൊണ്ട് ഇറക്കിയ 4 ആൾക്കാരാണ്. അവരെ ഒരിക്കൽ ബ്ലിസേർഡ്, ഈ മോശമായ കാലാവസ്ഥയായ ബ്ലിസേർഡ് അവിടെ സെറ്റ് ചെയ്താൽ പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഇത് ശാന്തമാവുള്ളൂ. അപ്പോൾ അവർക്ക് അതിനുള്ള ഭക്ഷണമോ അവർക്ക് പ്രൊട്ടക്ഷനുള്ള ഒന്നും അവരുടെ കയ്യിലില്ലാന്ന് എനിക്കറിയാം. ഞാനല്ലേ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇറ്റ് വാസ് മൈ ഡ്യൂട്ടി ടു ഗോ ആൻഡ് ഗെറ്റ് ദം എഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു റിസ്കി മിഷൻ, അതുകൊണ്ടാണ് ഞാൻ ഫ്ലൈ ചെയ്തത്. കാരണം ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക്. കാരണം അവരെ പോയി രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ മരിക്കുന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയതാണ്, അങ്ങനെ ഫ്ലൈ ചെയ്ത് പോയതാണ്. ഭാഗ്യവശാൽ എനിക്ക് അവിടെ ഫ്ലൈ ചെയ്ത് എത്താൻ പറ്റി, അവരെ രക്ഷിക്കാനും പറ്റി. അങ്ങനെ തിരിച്ച് കപ്പലിൽ വന്ന് ലാൻഡ് ചെയ്ത് അതിനാണ് എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടിയത്. അത് എങ്ങനെയാ വെച്ചാൽ ഈ അന്റാർട്ടിക്കയിൽ എക്സ്പെഡീഷന് പോകുമ്പോൾ ഈ സെലക്ഷൻ കിട്ടിയിട്ടുള്ള പൈലറ്റ്സ് ഇതിൽ അടുത്ത എക്സ്പെഡീഷന് പോകുമ്പോൾ ഒരു റിപ്പീറ്റർ പൈലറ്റായിട്ട് പോകണം. കാരണം അവിടെ റോ പൈലറ്റ്സിനെ ഒരിക്കലും അയക്കാൻ പറ്റില്ല. കാരണം വളരെ ഡേഞ്ചറസ് ആണ് അവിടെ ഫ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെങ്കിലും ഒരു പൈലറ്റെങ്കിലും റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ രണ്ടാമത്തെ എക്സ്പെഡീഷൻ, 11th എക്സ്പെഡീഷൻ, ഐ വാസ് സെലക്റ്റഡ് ആസ് എ റിപ്പീറ്റർ പൈലറ്റ്. എന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ എക്സ്പെഡീഷൻ പോയി. അങ്ങനെ 10th and 11th എക്സ്പെഡീഷൻ, ബോത്ത് എക്സ്പെഡീഷൻസ് ഐ ഫ്ലൂ. അന്റാർട്ടിക്കയിലൊക്കെ പോകുന്ന കാലത്ത് ഞാൻ ചേത്തക്കാണ് ഫ്ലൈ ചെയ്തത്, ഈ സിംഗിൾ എഞ്ചിൻ സ്മോൾ ഹെലികോപ്റ്റർ. അത് കഴിഞ്ഞ് കൊച്ചിയിൽ വന്നു. പിന്നെ ഞാൻ കൊച്ചിയിൽ സീക്കിംഗ് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. ട്വിൻ എഞ്ചിൻ സീക്കിംഗ്, ആൻറ്റി സബ്മറീൻ വാർഫെയർ, ആ ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് ഫ്ലൈ ചെയ്തു, അതിൻ്റെ ഇൻസ്ട്രക്ടറായി. പിന്നെ കുറേ കൊല്ലം ഞാൻ ഈ ഹെലികോപ്റ്റർ ഇൻസ്ട്രക്ടർ പ്യൂപ്പിൾസിനെ പഠിപ്പിക്കാൻ ജോലിയായിരുന്നു എൻ്റെ. ലോകത്തിലത്തെ എല്ലാ നേവി എന്നുള്ളൊരു ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേവീൻ്റെ എനിമി എന്ന് പറയുന്നത് ഈ സബ്മറീൻ, മുങ്ങിക്കപ്പലാണ്. കാരണം ഏതൊരു നേവൽ ഫോഴ്സും കടലിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ ഒരു മുങ്ങിക്കപ്പലിനെ അറ്റാക്ക് ചെയ്യാം. കാരണം അവരെ ഷിപ്പിന് കാണാൻ പറ്റില്ല, കടലിൻ്റെ അടിയിലല്ലേ അവർ കിടക്കുന്നത്. അപ്പോൾ അവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആവശ്യം നേവി ഒരു നേവൽ ഫ്ലീറ്റിന്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരേ ഒരു സെൻസറെ വർക്ക് ചെയ്യുള്ളൂ, അതാണ് സോണാർ എന്ന് പറയുന്നത്. അല്ലാതെ റഡാറും ഒന്നും വർക്ക് ചെയ്യില്ല, മുങ്ങിക്കപ്പലിനെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സോണാർ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സബ്മറീൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ യൂസ് ചെയ്യണത്. ഈ സീക്കിംഗ് ഹെലികോപ്റ്ററിൽ ഒരു സോണാറുണ്ട്, ഈ സോണാർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ഡങ്കിങ് സോണാർ. അപ്പോൾ ഹെലികോപ്റ്റർ ഒരു സ്ഥലത്ത് പോയി ഹോവർ ചെയ്ത് ആ സോണാർ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ത്തി അത് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അത് ഈ ശബ്ദതരംഗം കൊണ്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക, അത് മനസ്സിലാക്കണത്. അപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ, ഞങ്ങളുടെ ഈ സീക്കിങ്ങിൽ ഫ്ലൈ ചെയ്യുമ്പോൾ 2 പൈലറ്റ്സും 2 നാവിഗേറ്റേഴ്സാണ് ഫ്ലൈ ചെയ്യുക. അപ്പോൾ ഈ നാവിഗേറ്റേഴ്സിൻ്റെ ജോലിയാണ് ഇത് മുഴുവൻ കണ്ടുപിടിക്കലും ഈ സെൻസേഴ്സ് ഓപ്പറേറ്റ് ചെയ്യലൊക്കെ. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടെ സബ്മറീൻ ഉണ്ടോ ഇല്ലേ എന്ന് അവർക്ക് മനസ്സിലാവും. ആ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ നേവൽ ഫ്ലീറ്റിന് മുമ്പിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കോമ്പാറ്റ് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 88 വി വർ ഇൻവോൾവ് ഇൻ 87-88. നമ്മൾ ഈ IPKF ശ്രീലങ്ക അന്ന് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഫ്ലൈൻ്റെ. അതിന് ഒക്കെ ഫ്ലൈ ചെയ്താണ്. ഞാൻ ശ്രീലങ്കയിൽ ഫ്ലൈ ചെയ്തായിരുന്നു. രാമനാഥപുരം, അന്ന് ഞങ്ങളുടെ രാമനാഥപുരത്തൊരു എയർഫീൽഡ് നേവി ഏറ്റെടുത്തു, അന്ന് വികസിപ്പിച്ച് അവിടുന്ന് ഞങ്ങൾ ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് ഡെയിലി ഞങ്ങൾ ശ്രീലങ്കയിലേക്ക് ഫ്ലൈ ചെയ്യും, ശ്രീലങ്കയിൽ തിരിച്ച് ഫ്ലൈ ചെയ്യും. അന്ന് ആർമിയും
എയർഫോഴ്സും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഫ്ലൈ ചെയ്യാൻ. അന്നൊരു IPKF ഞാൻ നല്ല ഇൻവോൾവ് ആയിരുന്നു. അങ്ങനെ ഇൻവോൾവ് ആയി അവിടെ രാംനാടിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്ന സമയത്തും അവിടെ കുറേ ഫ്ലഡ് റിലീഫും ഒക്കെ നടത്തിയ കഥകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഡെയിലി ഫ്ലൈ ചെയ്യുമ്പോൾ വി ആർ ഓൾവേസ് വൾണറബിൾ. എവിടുന്ന് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാന്നുള്ളൊരു വളരെ വളരെ ഡേഞ്ചറസ് ആയിരുന്നു അവിടെ. പോലെ എൻ്റെ കൂടെ എനിക്ക് ഹിറ്റ്സ് കിട്ടിയില്ലെങ്കിലും എൻ്റെ കൂടെ ഫ്ലൈ ചെയ്ത 2-3 ഹെലികോപ്റ്റേഴ്സിൻ്റെ ബോഡിയിലേക്കൊക്കെ ബുള്ളറ്റ് വന്നിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ എസ്പെഷ്യലി ഇത് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ വരുന്ന എല്ലാ കൊല്ലവും സ്ഥിരമായി വരുന്നതാണ് ഈ വെള്ളപ്പൊക്കം. ഈ വിശാഖപട്ടണം, രാജമുന്ദ്രി, വിജയവാഡ ആ ഏരിയയിൽ. അപ്പോൾ എല്ലാ വർഷവും നേവി ഈ ഫ്ലഡ് റിലീഫിന് ഫ്ലൈ ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് കൊല്ലങ്ങൾ ഞാനത് അവിടെ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാ വെള്ളപ്പൊക്കത്തിനും ഫ്ലൈ ചെയ്തിട്ടുണ്ട് ഞാനവിടെ. സുനാമി വന്നപ്പോൾ ഞാൻ ഫ്ലൈ ചെയ്യായിരുന്നു. അന്ന് ഞാൻ ആർക്കോണത്ത് ഒരു ഹെലികോപ്റ്റർ ട്രെയിനിങ് സ്കൂളിൻ്റെ കമാൻഡിങ് ഓഫീസറായിരുന്നു. അന്ന് ഞാൻ അവിടുന്ന് ഫ്ലൈ ചെയ്തു സുനാമിക്ക്. നാഗപട്ടണത്തൊക്കെ പോയി ഫ്ലൈ ചെയ്ത് വന്നു. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, 2017 നവംബർ 30 തീയതിയാണ് തോന്നുന്നു. അന്നാണ് ഏറ്റവും വലിയ ചുഴലിക്കാറ്റായ ഓഖി നമ്മളെ ഈ തീരദേശത്തിൽ വന്ന് വന്നത്. അന്ന് ഇമ്മീഡിയറ്റ്ലി ഒരുപാട് മുക്കുവരുടെ ബോട്ടുകളൊക്കെ ക്യാപ്സൈസ്ഡായിട്ട് പലരുടെയും ജീവൻ പോയ ന്യൂസൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഉടനടി ഞങ്ങൾ ഇവിടുന്ന്, അന്ന് ഞാനിവിടെ കൊച്ചിയിൽ പോസ്റ്റഡായിരുന്നു. അന്ന് 2 സീക്കിങ് ഞങ്ങൾ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തു. ട്രിവാൻഡ്രത്ത് പോയി. എന്നിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങൾ റീഫ്യൂൽ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി വി സ്റ്റാർട്ടഡ് ഫ്ലൈയിങ് ഇൻ ടു ദ സീ. ഉടനടി കടലിലേക്ക് ഫ്ലൈ ചെയ്താൽ തുടങ്ങി. അങ്ങനെ കടലിലേക്ക് പോയി പല ബോട്ടുകൾ ഞങ്ങൾ ക്യാപ്സൈസ് ചെയ്ത് കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ മുകളിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു, ഈ മുക്കുവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പലരെയും ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുത്തി. പകൽ മുഴുവനും ഞങ്ങൾ ഫ്ലൈ ചെയ്യായിരുന്നു. ഒരു 17 ഞാൻ ഫ്ലൈ ചെയ്ത ഹെലികോപ്റ്റർ ഞങ്ങളൊരു 17 പേരെ രക്ഷപ്പെടുത്തി പകൽ സമയത്ത്. മറ്റേ ഹെലികോപ്റ്റർ 14-15 പേരെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂസ് ഫ്ലൈ ചെയ്തു. സൂര്യൻ അസ്തമിക്കണം അതുവരെ ഞങ്ങൾ ഫ്ലൈ ചെയ്തു. അസ്തമയ സമയത്ത് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്ന് ലാൻഡ് ചെയ്തു. പിന്നെ എയർക്രാഫ്റ്റ് ഫ്യൂൽ ചെയ്തു. പക്ഷേ അപ്പോഴും എനിക്കറിയാം ഇനിയും കുറേ ആൾക്കാരെ രക്ഷപ്പെടാൻ കടലിലുണ്ടെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ രാത്രി പോയി അവരെ റെസ്ക്യൂ ചെയ്യാനുള്ള യാതൊരു സ്കോപ്പും ഇല്ല. കാരണം ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ചുഴലിക്കാറ്റായിരുന്നു. ഭയങ്കര മഴ, കടൽ വളരെ ക്ഷോഭിച്ചിരിക്കുന്ന സമയമാണ്. ഒന്നും മുമ്പിലേക്കൊന്നും കാണാൻ പറ്റില്ല. വല്ലാത്ത ഭയങ്കര കാറ്റ്, ഒരിക്കലും ഫ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു അന്തരീക്ഷം തന്നെയായിരുന്നു അന്ന്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സ് പറഞ്ഞു ഇനിയും കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്താനുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ രണ്ടാമത് എയർക്രാഫ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യാതെ റീഫ്യൂലിംഗ് ചെയ്ത് റോട്ടേഴ്സ് റൺ ചെയ്ത് ഫ്യൂൽ ചെയ്ത് ഞങ്ങൾ 2 ഹെലികോപ്റ്റേഴ്സും പിന്നെയും ടേക്ക് ഓഫ് ചെയ്തു രാത്രി കടലിലേക്ക്. പക്ഷേ ഈ ഭയങ്കര കാറ്റും മഴ പെയ്ത കാരണം ഞങ്ങളുടെ ലൈറ്റ്സ് ഒന്നും വർക്ക് ചെയ്യാം, എന്തെങ്കിലും ഓൺ ചെയ്താൽ ഈ ലൈറ്റിൽ തട്ടിയിട്ട് ലൈറ്റ് മുഴുവൻ കോക്കിൻ്റെ ഉള്ളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യണം. അത് ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷനാണ്. അതൊരു ഡിസോറിയൻറ്റേറ്റിംഗ് ആണത്. അപ്പോൾ ലൈറ്റ്സ് ഒന്നും നമുക്ക് ഈ ഫ്ലൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ടോട്ടൽ പിച്ച് ഡാർക്ക് നൈറ്റിലാണ് ഞങ്ങൾ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എൻ്റെ കൂടെ വന്ന ഹെലികോപ്റ്റർ എൻ്റെ അത്ര എക്സ്പീരിയൻസ് ആയില്ലാത്തവർ അവർക്ക് കുറച്ചൊരു ദേ വർ നോട്ട് വെരി കംഫർട്ടബിൾ. അപ്പോൾ എനിക്ക് തോന്നി അവരോട് ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് മടങ്ങാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മറ്റേ ഹെലികോപ്റ്റർ ഞാൻ കൊച്ചിയിലേക്ക് തിരിച്ചു വിട്ടു. അങ്ങനെ ഞാൻ കുറച്ചും കൂടി കടലിലേക്ക് ഫ്ലൈ ചെയ്ത് പോയപ്പോഴാണ് എനിക്കൊരു മെർച്ചൻ്റ് ഷിപ്പിൻ്റെ ഒരു റേഡിയോ കോൾ എനിക്ക് കിട്ടിയത്. ആ റേഡിയോ കോൾ അവരുടെ ഗാർഡ് ഫ്രീക്വൻസിയിൽ ഞാൻ എൻ്റെ ട്യൂൺ ചെയ്ത് വെച്ചായിരുന്നു. അതിലവർ പറഞ്ഞു ഞങ്ങളുടെ ഷിപ്പിൻ്റെ അടുത്തൊരു ബോട്ട് ക്യാപ്സൈസ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ഷിപ്പായ കാരണം എനിക്ക് എൻ്റെ റഡാറിൽ ആ ഷിപ്പിനെ കാണാൻ പറ്റി. അപ്പോൾ ഞാൻ ഉടനടി ആ ഷിപ്പിൻ്റെ അടുത്തേക്ക് ഫ്ലൈ ചെയ്ത് പോയി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ നേരെ റൈറ്റ് സൈഡ് സ്റ്റാർബോർഡ് സൈഡിൽ ആണ് ഈ ബോട്ട് ഉള്ളതെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, അത്ര മോശം കണ്ടീഷനായിരുന്നു. അപ്പോൾ അവരൊരു ലേസർ പോയിൻറ്റർ ആ ഷിപ്പിൽ നിന്ന്, ഈ മെർച്ചൻ്റ് ഷിപ്പിൽ നിന്ന് ഒരു ലേസർ പോയിൻറ്റർ ആ ബോട്ടിലേക്ക് ഇങ്ങനെ അടിച്ച് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്ര അധികം മഴയായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഞാനിങ്ങനെ ഈ ഷിപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ഒരു 3ാമത്തെ വട്ടം കറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഫ്ലൈ ചെയ്യണ നാവിഗേറ്റർ ഇത് കണ്ടു, ഈ ലൈറ്റ് കണ്ടു. അപ്പോൾ ഉടനടി പുള്ളി പറഞ്ഞു സാറേ ഞാൻ ലൈറ്റ് എനിക്ക് കാണാണ്ട് ഇവിടെയാണല്ലേ ബോട്ടെന്ന്. അപ്പോൾ തന്നെ ഞാൻ അവിടെ തന്നെ ഹെലികോപ്റ്റർ ടേൺ ചെയ്തു. ഇറ്റ് എ ക്വിക്ക് ടേൺ ആൻഡ് അവിടെ ഹോവർ ചെയ്ത് ഭാഗ്യത്തിന് ഞാൻ ഹോവർ ചെയ്യാൻ വരുമ്പോൾ എൻ്റെ കുറച്ച് ദൂരത്തായിട്ട് എനിക്ക് ആ ബോട്ട് കാണാൻ എനിക്ക് പറ്റി. ഭാഗ്യത്തിന്, വെറും ഭാഗ്യം കൊണ്ട് എനിക്ക് കാണാൻ പറ്റിയതാണ്. പിന്നെ ഒരിക്കൽ ഞാൻ ബോട്ട് കണ്ടപ്പോൾ പിന്നെ ഞാൻ ആ ബോട്ടിനെ വിടാതെ ഞാൻ അതിൻ്റെ അടുത്ത് ഹോവർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ബോട്ട് ക്യാപ്സൈസ് ചെയ്ത് കിടക്കുക, അതിൻ്റെ മുകളിൽ ഒരു കയറ്, എൻ്റെ മുകളിൽ ഒരാൾ ആ കയറ് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു അനക്കമില്ല, അയാൾ മരിച്ച പോലെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്.
അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടി ഈ ഹെലികോപ്റ്റർ ഒന്നാമത് ഈ തിര ഭയങ്കരമായിട്ട് ഇത് വരുന്ന, അപ്പോൾ ഈ ഹെലികോപ്റ്റർ സ്റ്റഡി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ പ്രാവശ്യം തിര മുകളിലേക്ക് വരുമ്പോൾ, കടൽ മുകളിലേക്ക് വരുമ്പോൾ ഹെലികോപ്റ്റർ ഞാൻ മുകളിലേക്ക്, അല്ലെങ്കിൽ ഈ തിര വന്ന് എൻ്റെ ടെയിലോട്ടറിലേക്ക് ഇടിക്കും, അപ്പോൾ തന്നെ ഹെലികോപ്റ്റർ ക്രാഷ് ആകും. അപ്പോൾ ഓരോ പ്രാവശ്യം തിര അനുസരിച്ച് എനിക്ക് ഹെലികോപ്റ്ററിൻ്റെ ഹൈറ്റ് താഴ്ത്തും പൊന്തിക്കും ചെയ്യേണ്ടി വരികയാണ്. ഈ സമയത്ത് ഞാൻ ഇയാളെ ഈ അടുത്തേക്ക് പോയാൽ ഈ ഹെലികോപ്റ്ററിൻ്റെ ഡൗൺ വാഷ് ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ഡൗൺ വാഷ് കാരണം ഇയാൾ ഈ ബോട്ടിൽ നിന്ന് സ്ലിപ്പായി വെള്ളത്തിൽ പോയാൽ പിന്നെ ഒരിക്കലും അയാളെ എനിക്ക് റെസ്ക്യൂ ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്ന മെല്ലെ 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 ഓരോ ഇഞ്ചായിട്ട് ഞാൻ അയാളുടെ അടുത്ത് പോയി റെസ്ക്യൂ ഇഞ്ച് താഴ്ത്തി താഴ്ത്തിക്കാക്കി അയാളുടെ അടുത്ത് റെസ്ക്യൂ ഇഞ്ച് എത്തിയിട്ടും അയാൾ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾക്ക് ഒറ്റയ്ക്ക് അവിടുന്ന് ഈ റെസ്ക്യൂ ഓയിസിൽ ഫിറ്റ് ചെയ്ത് മുകളിലേക്ക് വരാനൊന്നും പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എൻ്റെ കൂടെ ഫ്ലൈ ചെയ്യണ 2 എയർക്രൂ ഡൈവേഴ്സ്. അതിലത്തെ ഒരാൾ പറഞ്ഞു, സർ ഞാൻ വെള്ളത്തിൽ ചാടി അയാളെ ഹെൽപ്പ് ചെയ്യാം, അത് കഴിഞ്ഞ് സാർ അയാളെ രക്ഷപ്പെടുത്തി, അത് രണ്ടാമത് എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ക്യാപ്റ്റൻ ഓഫ് ദ എയർക്രാഫ്റ്റാണ്. അവരൊക്കെ എന്നെക്കാട്ടിലും വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർ. അവരുടെ ഇതിൽ പറയണതനുസരിച്ച് എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഡയലമ വാസ് ഈ വെള്ളത്തേക്ക് എൻ്റെ ക്രൂ ചാടിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഒരാളെ രക്ഷപ്പെടുത്തേണ്ട സമയത്ത് ചിലപ്പോൾ 2 പേരെയും എനിക്ക് അന്ന് രാത്രി ആ കടലിൽ നഷ്ടമാവാം. അപ്പോൾ ഭയങ്കര ഒരു ഡയലമയായിരുന്നു എനിക്ക്, എന്താ ചെയ്യേണ്ടത്. അയാളെ രക്ഷപ്പെടുത്തണമെന്നുണ്ട്, പക്ഷേ ഭയങ്കര റിസ്ക്കിയാണ്. എൻ്റെ ഒരു ക്രൂ മെമ്പർ ഈ വെള്ളത്തേക്ക് ചാടി അയാളെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ എൻ്റെ കൂടെ ഫ്ലൈ ചെയ്ത എല്ലാവരും ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. അവരൊക്കെ പറഞ്ഞു, സാറില്ലേ സർ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ ഫ്ലൈ ചെയ്ത എയർക്രൂ ഡ്രൈവർ വെള്ളത്തിലെടുത്ത് ചാടി അയാൾ നീന്തി ആ ബോട്ടിലെത്തി മുക്കുവനെ ഈ റെസ്ക്യൂ ഓയിസിൽ ഇണയിച്ച് ഞങ്ങൾ റെസ്ക്യൂ ഓയിസിൽ അയാളെ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡൈവറെ രക്ഷപ്പെടുത്തി തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്ന് ലാൻഡ് ചെയ്തു. ഞാൻ കുറേ വർഷങ്ങൾ 10-35 വർഷം ഞാൻ ഹെലികോപ്റ്റർ പൈലറ്റായിരുന്നു. അനവധി റെസ്ക്യൂ ഓപ്പറേഷൻസ് ഫ്ലൈ ചെയ്തിട്ടുണ്ട്, അനവധി ഫ്ലഡ് റിലീഫ് ഓപ്പറേഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ പ്രാവശ്യം രക്ഷപ്പെടുത്തുന്നതും മെഡിക്കൽ ഇവാക്യുവേറ്റ് ചെയ്ത ആൾക്കാരെയൊന്നും പിന്നെ ഞാൻ അവരുടെ അഡ്രസ്സോ പേരോ ഒന്നും എനിക്കറിയില്ല. 2018 ഓഗസ്റ്റ് ഒരു 9-ാം തീയതി മഴ തുടങ്ങി, നല്ല മഴ തുടങ്ങി. 9-ാം തീയതി മുതൽക്ക് മഴ ശരിക്കും ശക്തിപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈയിങ് തുടങ്ങി. ഒരു 10-ാം തീയതി ഞങ്ങൾ 9-ാം തീയതി തന്നെ ഞങ്ങൾ ഫ്ലൈയിങ് തുടങ്ങി. അന്ന് കൊച്ചിയിലുള്ള എല്ലാ ഹെലികോപ്റ്റേഴ്സ് മാത്രമല്ല, ഞങ്ങളുടെ NS ഗരുഡ, അതായത് കൊച്ചി നാവികസേനൻ്റെ എയർപോർട്ടായ ഏവിയേഷൻ ബേസായ ഗരുഡയിൽ എല്ലാ എയർക്രാഫ്റ്റും ഞങ്ങൾ ഫ്ലൈയിങ് തുടങ്ങി. അപ്പോൾ ഇത്ര ഭയാനകരമാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഫ്ലൈ ചെയ്ത് മുകളിൽ ആകാശത്തു നിന്നുള്ള കാഴ്ച കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഞെട്ടിപ്പോയത്. വെള്ളം എന്ന് പറഞ്ഞാൽ പറ്റാത്തത്ര അധികം വെള്ളമായിരുന്നു എല്ലായിടത്തും. എല്ലാ പുഴകളും കരകവിഞ്ഞ് ഒഴുകാണ്. ഈ ഡാമുകൾ തുറന്നിട്ട് എല്ലാ ഫ്ലഡ് പ്ലെയിൻസും ഫ്ലഡഡ് ആയിരുന്നു. റിവർ ഫ്ലഡ് പ്ലെയിൻസ് വർ ഓൾ ഫ്ലഡഡ്. വെള്ളം കയറാത്ത സ്ഥലങ്ങൾ വളരെ കുറവായിരുന്നു. ഒരു കടൽ പോലെയായിരുന്നു ശരിക്കും നമ്മുടെ കേരളം കണ്ടത്. അങ്ങനെ ഫ്ലൈ ചെയ്ത് അപ്പോൾ ഓരോ സ്ഥലത്ത് പോയി ആൾക്കാരെ ആദ്യത്തെ ഒരു 2-3 ദിവസം എന്തോ നമ്മുടെ ആൾക്കാർക്ക് കുറച്ചൊരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്നും രക്ഷപ്പെടണമെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. അവർക്ക് ഭക്ഷണവും വെള്ളവും ആണ് ഞങ്ങൾ കൊടുത്തിരുന്നത്. ആദ്യത്തെ 1-2 ദിവസം ഞങ്ങൾ ഓവർ ചെയ്ത് പോയി അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും വെള്ളമാണ് ഞങ്ങൾ കൊടുത്തിരുന്നത്. പക്ഷേ 3-ാമത്തെ ദിവസം ഒരു 12-ാം തീയതി ആയപ്പോൾ ആൾക്കാർക്ക് രക്ഷപ്പെടണം എന്നുള്ള സ്ഥിതി വന്നു. കാരണം അപ്പോഴേക്കും വളരെ മോശമായി, കണ്ടീഷൻസ് വളരെ മോശമായി. ആൾക്കാർക്ക് മരുന്ന് കിട്ടാതെ ആൾക്കാർ മരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 12-ാം തീയതിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ആൾക്കാരെ രക്ഷപ്പെടുത്താതെ ഇനി നിവൃത്തിയില്ല. കാരണം അല്ലെങ്കിൽ പലർക്കും മരണം സംഭവിക്കാം. അങ്ങനെ ഞങ്ങൾ ശരിക്കും റെസ്ക്യൂ സ്റ്റാർട്ട് ചെയ്യണത് അന്ന് മുതൽക്കാണ്. അന്നും ആൾക്കാർക്ക് അവരെ പിക്കപ്പ് ചെയ്യാൻ റെഡിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആൾക്കാരെ ഓരോരുത്തരായിട്ട് റെസ്ക്യൂ ചെയ്ത് ഞങ്ങൾ നേവൽ ബേസിൽ വന്ന് ലാൻഡ് ചെയ്യും. അപ്പോൾ അവിടെ ഞങ്ങളൊരു വലിയൊരു ഹാങ്ങർ ഇവരെ താമസിപ്പിക്കാനും എല്ലാതും നേവി ഫുൾ അറേഞ്ച്ഡ് ആയിരുന്നു. അവരുടെ ഭക്ഷണം, അവരുടെ ഡ്രസ്സ്, അവരുടെ സിം കാർഡ്, എല്ലാവിധ സൗകര്യങ്ങളും നേവി ഒരുക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ പല സ്ഥലത്തു നിന്നും ആൾക്കാരെ രക്ഷപ്പെടുത്തി നേവൽ ബേസിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യും. ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് ഈ നമ്മുടെ നാട്ടിലത്തെ മിക്കവാറും ടെറസ് ഉള്ള വീടിൻ്റെയൊക്കെ മുകളിൽ ഈ ടിൻ ഷീറ്റാണ്. ഈ ടെറസിൻ്റെ മുകളിൽ ഈ ടിൻ ഷീറ്റ് വെച്ചിട്ടൊരു ഇത് പണിത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ടിൻ ഷീറ്റ് ആകുമ്പോൾ ഞങ്ങൾ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ സ്ഥലമില്ല, ഓപ്പൺ ടെറസൊന്നും ഇല്ല. അപ്പോൾ ചെറിയ ചില കോർണേഴ്സിൽ നിന്ന് വേണം ഇവരെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ. അത് ഭയങ്കര ഡേഞ്ചറായിരുന്നു ഞങ്ങൾക്ക്. കാരണം ടിൻ ഷീറ്റ് പലതും വളരെ
ടൈറ്റ് ആയിരുന്നില്ല, ഒക്കെ ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഓവർ ചെയ്താൽ ഇതേതെങ്കിലും ലൂസായിട്ട് വന്ന് ഹെലികോപ്റ്റർ വന്ന് ഇടിക്കാം. അത് ഭയങ്കര ഡേഞ്ചറാണത്. അതൊക്കെയായിരുന്നു ഏറ്റവും വലിയ ചലഞ്ചിങ്. പിന്നെ ഈ ബിൽഡിങ്സൊക്കെ അടുത്തടുത്ത് ബിൽഡിങ്സാണ്. ഈ ലോ ഫ്ലൈ ചെയ്യുമ്പോൾ പല ആൻറ്റിനാസ്, മൈക്രോവേവ് ടവർ, ഹൈ ടെൻഷൻ വയർ, പിന്നെ ഇലക്ട്രിസിറ്റി ലൈൻസ്, വലിയ തെങ്ങുകൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ പോയി ഹോവർ ചെയ്ത് റെസ്ക്യൂ ചെയ്യുക എന്നുള്ളത് വെരി വെരി ചലഞ്ചിങ്. കാരണം ഞങ്ങൾ സാധാരണ കടലിൽ ഫ്ലൈ ആണ് ഞങ്ങൾക്ക് പരിചയം. ഈ സിറ്റീൻ്റെ ഉള്ളിൽ ഫ്ലൈ ചെയ്ത് പരിചയമില്ല. വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് ഈ ടെറസുകളില്ലാത്ത സ്ഥലത്തുനിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താനായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ ചെറിയ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ചാലക്കുടിയിൽ നിന്നാണ് തോന്നുന്നുണ്ട്, ഒരു വീട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഹെൽപ്പിന് ഞാൻ റെസ്ക്യൂ പോയപ്പോൾ ഒരു അച്ഛനും അമ്മയും ഡെസ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹെലികോപ്റ്റർ കൊണ്ട് അവിടെ പോയപ്പോൾ അവരുടെ മകൾ ഒരു വീൽ ചെയറിലാണ്. ആ പെൺകുട്ടി ഈ ഫ്രം ദ വേസ്റ്റ് താഴത്തേക്ക് പാരലൈസ്ഡ് ആണ്. ആ കുട്ടിക്ക് ആ വീൽ ചെയറിൽ നിന്ന് നീക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വീൽ ചെയറിൽ നിന്ന് ഈ കുട്ടീനെ രക്ഷപ്പെടുത്തണം. അപ്പോൾ ഈ കുട്ടീനെ രക്ഷപ്പെടുത്താൻ ആകെ ചെറിയൊരു ഈ ടിൻ ഷീറ്റിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഹോളേ ഉള്ളൂ. ഈ ഹോളിൽ കൂടെ വേണം ഈ കുട്ടീനെ രക്ഷപ്പെടുത്താൻ. അത് ഭയങ്കര റിസ്കി ആയിരുന്നു. കാരണം ഒരു ഇഞ്ച് ഈ കമ്പി ഞങ്ങളുടെ റെസ്ക്യൂ ആയിട്ട് അങ്ങോട്ടും കൂടെ പോയാൽ ഷീ ക്യാൻ ഗെറ്റ് കട്ട്. സൈഡിൽ വന്നിട്ട് ഇറ്റ് ക്യാൻ ബി വെരി ഗ്രീവിയസ് ഇഞ്ചുറി. അത് കുറേ സമയം എടുത്തു, 10-40 മിനിറ്റ് എടുത്തു ആ കുട്ടീനെ ആ വീൽ ചെയറിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി മുകളിലേക്ക് റെസ്ക്യൂ ചെയ്യാൻ. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. 13-ാം തീയതി 14-ാം തീയതി ദിവസം എനിക്ക് ഓർമ്മയില്ല. കുറേ ആൾക്കാർ രാവിലെ മുതൽക്ക് ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ അങ്കമാലി അടുത്തോ ചാലക്കുടി അവിടെ എവിടെയോ ഒരു ടെറസിൽ നിന്ന് ഒരു 17 ആളെ ഞാൻ രക്ഷപ്പെടുത്തി. അപ്പോൾ ഈ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് വേണം ഇത് വിഞ്ച് ചെയ്തിട്ട് മുകളിലേക്ക് ഹെലികോപ്റ്ററിലേക്ക് റെസ്ക്യൂ ചെയ്യാൻ. അത് ഒരു കയറ്റി കഴിയുമ്പോഴാണ് അടുത്ത കുറച്ച് ദൂരത്തെ ഒരു ടെറസിൽ നിന്ന് ആൾക്കാർ പിന്നെ വേവ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെയും രക്ഷപ്പെടുത്തും. അപ്പോൾ എനിക്കറിയാം അന്ന് അവരെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ഒരു സോർട്ടിക്കുള്ള സമയമില്ല. കാരണം രാത്രിയായി പിന്നെ സിറ്റീൻ്റെ മുകളിൽ ഫ്ലൈ ചെയ്ത് റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് അവരെയും കൂടി രക്ഷപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഹെലികോപ്റ്റർ കൊണ്ട് അവിടെ പോയി. അവിടുന്ന് ഒരു 9-10-11 പേരെ ഞാൻ രക്ഷപ്പെടുത്തി. അങ്ങനെ അവിടെയുള്ള ലാസ്റ്റ് എല്ലാവരെയും രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ എനിക്കന്ന് കൃത്യമായിട്ട് നമ്പറൊന്നും അറിയണ്ടായിരുന്നില്ല. ടേക്ക് ഓഫ് ചെയ്ത് എനിക്കറിയായിരുന്നു ഹെലികോപ്റ്റർ വാസ് വെരി ഹെവി എന്ന് എനിക്കറിയാം. കാരണം പവർ വാസ് വെരി ലിമിറ്റഡ്. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് എൻ്റെ കൂടെ ഫ്ലൈ ആണ് റിയർ ക്രൂ പറഞ്ഞത്, സർ വി ഗോട്ട് 31 പേര് ഹെലികോപ്റ്ററിനുള്ളിൽ. അതായത് 26 പേരെ നമ്മൾ അന്ന് ആ ഒരു മിഷനിൽ രക്ഷപ്പെടുത്തി എന്നുള്ളത്. അതെനിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എത്ര പേരെ ഒരു മിഷനിൽ രക്ഷപ്പെടുത്താൻ പറ്റുന്നത്. മിലിറ്ററിയിൽ വൺ ഇസ് ട്രെയിൻഡ് കോൺസ്റ്റൻ്റ്ലി. അപ്പോൾ വെൻ യു ആർ ട്രെയിൻഡ്, ആ ട്രെയിനിങ്ങിൻ്റെ ഡെപ്താണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ പല സമയത്തും ഇറ്റ്സ് കോൺസ്റ്റൻറ്റ് ഇവാലുവേഷൻ. റിസ്ക് അനാലിസിസ് എന്നുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് പ്രോസസ്സാണ്. ഫ്ലൈയിങ് ചെയ്യുമ്പോൾ ഓരോ നിമിഷവും അത് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള കഴിവ് വേണം. ഇത് ഡേഞ്ചറാണോ, എത്ര ഡേഞ്ചറാണ്, നമ്മളിപ്പോൾ അറ്റംപ്റ്റ് ചെയ്യണോ ചെയ്യേണ്ടത്, അതൊരു ഏതൊരു പൈലറ്റിൻ്റെയും മനസ്സിൽ കോൺസ്റ്റൻ്റ്ലി വർക്ക് ചെയ്യണ ഒരു മെക്കാനിസമാണത്. അപ്പോൾ യു ഓൾവേസ് വേ ദ പ്രോസ് ആൻഡ് കോൺസ് ഓൾ ദ ടൈം. ആലോചിക്കും, ഇത് ഡേഞ്ചറാണോ, എവിടെ വരെ നമുക്ക് ചെയ്യാം, ഇതിനപ്പുറത്ത് ചെയ്താൽ ഡേഞ്ചറാവോ. അപ്പോൾ അങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനെ എന്നും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മേ ബി ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ്, ഞാൻ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പൈലറ്റായിരുന്നു. അത് കാരണം എനിക്ക് ഈ മിഷൻസൊക്കെ ഫ്ലൈ ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല സമയത്തും രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഇരുന്നിട്ടുള്ള ചാൻസും ഞാൻ കണ്ടിട്ടുണ്ട്. ഷിപ്പിൽ നിന്ന് ഈ മാൻ ഓവർ ബോർഡ് ഷിപ്പിൽ നിന്ന് നിർഭാഗ്യവശാൽ വെള്ളത്തിൽ വീണിട്ടുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താൻ 2-3 പ്രാവശ്യം ഫ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങൾ വീണ സ്ഥലം ഞങ്ങൾക്കറിയാം, കടലിൽ മെർച്ചൻ്റ് ഷിപ്പിൽ നിന്നും വീണതാ, നേവൽ ഷിപ്പിൽ നിന്ന് വീണതാ. നിർഭാഗ്യവശാൽ വെള്ളത്തിൽ വീണിട്ടുള്ള സെയിലേഴ്സിനെ 2-3 ദിവസം ഞങ്ങൾ തിരഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ സങ്കടങ്ങൾ, അങ്ങനത്തെ കഷ്ടങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ സക്സസ്ഫുൾ ആവണമെന്നില്ല. ചില സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് പറ്റിയിട്ടുള്ള ഒരു മെഡിക്കൽ ഇവാക്വേഷൻ ചെയ്തിട്ട് 2 പേരെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അതിലത്തെ ഒരാൾ മരിച്ചു, മറ്റൊരാൾ ജീവിച്ചു. അയാൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് അയാൾ മരിച്ചു. കാരണം അത്ര മോശം കണ്ടീഷനായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മുടെ പരമാവധി ട്രൈ ചെയ്യും രക്ഷപ്പെടുത്താൻ. ചില സമയത്ത് നിർഭാഗ്യവശാൽ അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റില്ല, നമുക്ക് രക്ഷപ്പെടുത്താൻ ചാൻസ് കിട്ടാതെ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം മറക്കാൻ പറ്റാത്തൊരു ഒക്കേഷൻ ഞാൻ പറയാം. വിശാഖപട്ടണത്ത് ഞാൻ ഫ്ലൈ ഇരുന്ന കാലത്ത്, അന്നാണ് അവിടെ ഒരു എക്സ്പ്ലോഷൻ, ഒരു സിലിണ്ടർ ബേസ്റ്റായിട്ട്
ഒരാളെ ഞാൻ ഇതേപോലെ ഹോസ്പിറ്റലിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്തത്. അന്ന് അയാളുടെ ഈ കൈ അറിഞ്ഞു പോയിരുന്നു. അത് കൈ കംപ്ലീറ്റ്ലി ഡിസ്ലൊക്കേറ്റഡ് ആയിരുന്നു, ഇൻഫാക്ട് ആംപ്യൂട്ടേറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് എന്നിട്ട് അവിടെ അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. മൈക്രോ സർജറിയിൽ അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അയാൾ പിന്നെ മരത്തിൻ്റെ ഒരു പ്രോസ്റ്ററ്റിക് ആമിലാണ് പിന്നെ ജീവിച്ചത്. അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്. ഈ ഹാർഡ് കോർ ടെക്നോളജീസ് ഇന്ത്യയിൽ ഇന്നും ദർ ഇസ് ഡീപ്പ് റിസർച്ച് ഹാപ്പനിങ്. നമ്മുടെ കൺട്രിയിൽ ലോട്ട് ഓഫ് റിസർച്ച് ഇസ് ഹാപ്പനിങ്. പക്ഷേ എന്നാലും ഇന്നിപ്പോൾ പറയുകയാണെന്നെങ്കിൽ ഈ കോർ ടെക്നോളജി ലൈക്ക് എൻജിൻ നമ്മൾ ഇന്നും പക്ഷേ നമ്മൾ പുറത്തെ കൺട്രീസിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ LCA തേജസിൻ്റെ എൻജിൻ നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങണം എന്നുള്ള നമ്മൾ അവിടെ എത്തിയിട്ടില്ല. പിന്നെ അങ്ങനെ വി വിൽ റീച്ച് ദെയർ. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. കുറച്ച് സമയം നമ്മൾ ഡീപ്പ് റിസർച്ച് ഇസ് ഹാപ്പനിങ് ഇൻ ആ കൺട്രി. എനിക്ക് നല്ല ഉറപ്പുണ്ട് വളരെ അടുത്ത് നമ്മളുടെ തന്നെ ടെക്നോളജി നമ്മുടെ എയർക്രാഫ്റ്റിലോ ഹെലികോപ്റ്ററിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കരുത്ത് നമുക്ക് കിട്ടും എന്നുള്ളത് സത്യമാണ്. നേവീൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് ഒരു സീ കൺട്രോളാണ്. സീ കൺട്രോൾ ഓർ സീ ഡിനയൽ എന്ന് പറയും. അതായത് നമ്മുടെ ചുറ്റുമുള്ള കടലുകൾ ഇത് എത്ര നമ്മുടെ കൺട്രോളിൽ വരും എന്നുള്ളതാണ്. അത് എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റണോ അത്ര നമുക്ക് സേഫാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രസൻസ് അവിടെ എന്നും വേണം. നേവീൻ്റെ 3 ഡയമെൻഷണൽ പ്രസൻസ് വേണം. അതായത് സബ്മറീൻ ആർമിൻ്റെ പ്രസൻസ് വേണം, സർഫസ് ഷിപ്സിൻ്റെ പ്രസൻസ് വേണം, ഏവിയേഷൻ എലിമെൻസിൻ്റെ പ്രസൻസ് വേണം. പിന്നെ ഓഫ് കോഴ്സ് ദ സാറ്റലൈറ്റ്സ് ആൻഡ് ദി അതർ സൈബർ സ്പേസ് ഈസ് എ ഗ്രേറ്റ് ഹെൽപ്പ്. പക്ഷേ ഇത് നമ്മുടെ ഫുട് പ്രിൻ്റ് എല്ലായിടത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നേവിക്കും ഒരു സ്ഥലവും കവർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ റൂട്ട്സ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ട്രേഡ്, സീ റൂട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലാക്ക സ്ട്രേറ്റ്, സുവേസ് കനാൽ റൂട്ടാണ് ഒരു ലോകത്തിലത്തെ ഒരു 70% ട്രേഡ് കൺട്രോൾ ചെയ്യണത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ കൂടെ പോണ ട്രേഡാണ്. അപ്പോൾ അത് പീസ്ഫുള്ളി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു എൻഷുർ, ദ നേവി ഹാസ് ടു എൻഷുർ ദാറ്റ് നമ്മുടെ സീസ് ആർ സേഫ് എവേ ഫ്രം ദ എനിമീസ് ഇൻട്രൂഷൻസ്. അതാണ് നേവീൻ്റെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി. വി മസ്റ്റ് ഡിനൈ സീ ഡിനയൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ശത്രു നമ്മളെ എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യണ ഒരു ശത്രു രാജ്യത്തിലത്തെ ഇതിനെയും നമ്മളിവിടെ നമ്മുടെ ദേശത്തിൻ്റെ കടലുകൾ എവിടെയും അടുപ്പിക്കാൻ പാടില്ല. അതിനുള്ളൊരു പ്രസൻസ് നമ്മൾ എന്നും 24/7 വി ഷുഡ് ബി ഓൺ ദ ഗാർഡ്. അത് വളരെ വളരെ ആവശ്യമാണത്. രാജ്യസ്നേഹം എന്നുള്ളത് ഏതൊരു പൗരനും വളരെ അത്യാവശ്യമാണ്. അവനവൻ്റെ രാജ്യത്തിനോടുള്ളൊരു സ്നേഹം എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് പോലെയാണത്. അങ്ങനെ ഒരു സ്നേഹമുള്ള ഒരു പൗരനും അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് തെറ്റായ മാർഗത്തിൽ നടക്കാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ അവനവൻ്റെ നന്മയ്ക്കും നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കും ഇങ്ങനത്തെ ദുഷ്പ്രവൃത്തിയിൽ നിന്നൊക്കെ വിട്ടുമാറി നല്ല ശീലങ്ങളും നല്ല പ്രയത്നങ്ങളാൽ മാത്രമാണ് ഈ രാജ്യത്തിനും അവനവനും രക്ഷയുള്ളൂ എന്നുള്ളത് എല്ലാ മതങ്ങളും എല്ലാ നമ്മുടെ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ള സിദ്ധാന്തങ്ങളാണ്. ഇതൊന്നും മാറി ഈ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആൾക്കാർ പോയി പെടാതിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയും മോഹവും.